ഇന്ന് നമുക്ക് കിട്ടിയ കൊഞ്ചാണ് ഇത്. ഇത് നല്ല റോസ്റ്റ് ചെയ്ത് കാണിക്കാം. കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു. ചെറിയ ഉള്ളി ഇത് ചോപ്പ് ചെയ്തതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്. പിന്നെ വേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ മുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇത് മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ, വിനീഗറും, ഉപ്പും, കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനം വേണം. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ശകലം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്തിരി ഉപ്പ്, ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പുരട്ടി കുറച്ച് സമയം ഒന്ന് വയ്ക്കണം. ഒരു ശകലം വിനീഗറും കൂടെ ഒഴിക്കണേ, ഇച്ചിരി മതി. അപ്പം ഇത് ഉപ്പും എരിയൊക്കെ പിടിച്ച് നന്നായിട്ടിരിക്കും. ഒരു അരമണിക്കൂർ തന്നെ വെച്ചേക്കണം. പാൻ നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ വഴറ്റാൻ ശ്രമിക്കണേ, അതിനാണ് ടേസ്റ്റ്. ഇത് ചെറിയ ഉള്ളി മാത്രമാണ്. കൊഞ്ച് റോസ്റ്റിന് ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത് നല്ല ചുവക്കെ, അതായത് നല്ല ബ്രൗൺ കളറാകണം. ഇത് അതുവരെ നമ്മൾ നന്നായിട്ട് വഴറ്റണം. നമ്മുടെ ഉള്ളി കണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പച്ചച്ചോ മാറണം. തീ കുറച്ച് വയ്ക്കണം, കരിഞ്ഞു പോകരുത്. ഇനി നമുക്കിതിനകത്തോട്ട് തക്കാളിക്ക വേണമെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമുള്ളത്. ഇത് ഉപ്പും കൂടെ ചേർത്ത്. ഇനി നമുക്കിതിലോട്ട് ശകലം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം. കൊഞ്ചിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടായിരുന്നു. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കൊഞ്ചിനധികം വേവില്ല. ഒരുപാട് വേവിച്ചാൽ ഇതിൻ്റെ മാർദ്ദവും നഷ്ടപ്പെടും. ഇനിയിപ്പോൾ ഇതിന് കൊഞ്ചിനകത്തു നിന്ന് കുറച്ച് വെള്ളം ഊറി വരും. നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. എൻ്റെ കൊഞ്ചിനകത്ത് നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഊറി വന്നിട്ടുണ്ട്. ഇതിനി കുറച്ചൊന്ന് വറ്റി വെക്കണം. ഇനി നമുക്കിത് അടയ്ക്കണ്ട, തുറന്ന് വെച്ച് വേവിക്കാം. നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ശരിക്കും കൊഞ്ച് റോസ്റ്റിൻ്റെ ഒരു പരുവം ഇതാണ്. ഇനി കുറച്ചുകൂടെ വേണമെങ്കിൽ വറ്റിച്ച് വേണമെങ്കിൽ എടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ കൊഞ്ച് റോസ്റ്റ് റെഡി.